എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അരി കുതിർത്ത് വയ്ക്കാനോ അരയ്ക്കാനോ നിൽക്കേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 അച്ച് ശർക്കര ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂടില്ലാതെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കരുത്. അപ്പോൾ ഇത് നമ്മൾ മുഴുവനും ഇപ്പോൾ ചേർക്കുന്നില്ല. നമുക്കൊരു 3/4 ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ, 1/4 പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഇതേപോലെ വെക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അപ്പം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാനി ബാക്കിയിരിക്കുന്നത് മുഴുവനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട്. വല്ലാതെ തിക്കായി പോവരുത് നമ്മുടെ ബാറ്റർ കേട്ടോ. ചെറിയൊരു ലൂസിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാറ്ററിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ കുറച്ച് ഭാഗം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട. നമ്മൾ അധികം കട്ടിയില്ലാത്ത കിണ്ണത്തപ്പമാണ് റെഡിയാക്കാൻ. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിന്, അതേപോലെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ചൂടൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അരിയൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ശർക്കര ചേർത്ത കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്